ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പെക്സ്. നമുക്കറിയാം 90s കാലഘട്ടത്തിൽ മഹീന്ദ്രയുടെ ഒരു പ്രീമിയം വാഹനമായിട്ട് അറിയപ്പെട്ടിരുന്ന വണ്ടിയായിരുന്നു മഹീന്ദ്ര അർമാഡ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ബൊലേറോ വന്നപ്പം ആ അർമാഡയുടെ റീപ്ലേസ്മെൻറ്റ് പോലെയാണ് അവർ ആ ഒരു വാഹനം കൊണ്ടുവന്നത്. എന്തായാലും അതിനുശേഷം പിന്നെ നമ്മളൊരു അർമാഡ എന്ന് പറയുന്ന നെയിം പ്ലേറ്റ് ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ എന്നാൽ മഹീന്ദ്ര അത് തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അവർ അറ്റ്ലീസ്റ്റ് ആ ഒരു പേര് വീണ്ടും ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും വെറും അർമാഡ എന്ന് പറയുന്ന പേരല്ല ചെയ്തിരിക്കുന്നത്, ഥാർ അർമാഡ എന്ന് പറയുന്ന പേരാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം ഈ ഫൈവ് ഡോർ ഥാർ എന്ന് പറയുന്ന വണ്ടി മിക്കവാറും ഥാർ അർമാഡ എന്ന് പറയുന്ന പേരിൽ വരാൻ സാധ്യതയുണ്ട്, നന്നായിട്ട് സാധ്യതയുണ്ട്. എന്തായാലും മഹീന്ദ്ര തന്നെ വെറുതെ ഥാർ ഫൈവ് ഡോർ എന്ന് പറഞ്ഞ് വിളിക്കൊന്നുമില്ല. കാരണം നോർമൽ ഥാറിനെ വെച്ച് അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ആഡൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിലും ഥാറിൻ്റെ താഴത്ത് ഫൈവ് ഡോർ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു പേര് തീർച്ചയായും ഈ വാഹനത്തിനുണ്ടാവും, അത് ഇതായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നൊരു കാര്യമുണ്ട്, ഇത് മാത്രമല്ല കുറേ പേരുകൾ ഒരു ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അർമാഡയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ട്രേഡ് മാർക്ക്. ബൈ ദ ബൈ, ഈ ഫൈവ് ഡോർ ഥാറിൻ്റെ പേര് അർമാഡ എന്ന് ഇട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഈ വണ്ടിയുടെ 90s കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഫോർമുല ഇത് തന്നെയായിരുന്നു. കാരണം വണ്ടി ഫൈവ് ഡോർ ആയിരുന്നു, ഹാർഡ് ടോപ്പ് ആയിരുന്നു. മാത്രമല്ല ഒരു ലക്ഷറി കാർ പോലെ, ലക്ഷറി മീൻസ് അന്നത്തെ കാലത്ത് മഹീന്ദ്രയുടെ ഒരു റേഞ്ച് സ്റ്റോപ്പിംഗ് വണ്ടി പോലെയാണ് അവർ ആ സമയത്ത് വിറ്റിരുന്നത്. ഇനിയിപ്പോൾ ഇത് വരുന്ന സമയത്തും ഥാറും നമുക്കറിയാം ഫൈവ് ഡോർ ആണ്, ഹാർഡ് ടോപ്പ് തന്നെയായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്. സോഫ്റ്റ് ടോപ്പ് ഓപ്ഷൻ ഉണ്ടാവും എന്നറിയില്ല, പക്ഷെ എന്തായാലും ടെസ്റ്റിങ്ങിൽ ഇതുവരെ സോഫ്റ്റ് ടോപ്പ് വണ്ടിയൊന്നും കണ്ടിട്ടില്ല. ഏതായാലും ആ ഒരു ഫോർമുല ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇനി അതിന് പുറമെ 6 പുതിയ പേരുകളോട് വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഥാർ കൾട്ട് എന്ന് പറയുന്ന പേരാണ്. ബൈ ദ ബൈ, ഇവർ കുറേ പേരുകൾ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും പേരുകൾ ലോഞ്ച് ആവും എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ ചുമ്മാ ജസ്റ്റ് ട്രേഡ് മാർക്ക് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കാം. അതുപോലെ ഥാറിൻ്റെ റെക്സ് എന്ന് പറയുന്ന ഒരു പേര് അവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ എഡിഷൻ പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ വേരിയൻസ് ആയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ സവാന എന്ന് പറയുന്നൊരു പേരുണ്ട്. പ്രൊണൗൺസിയേഷൻ ഒന്നും എനിക്കറിയില്ല. ഓക്കെ, കാരണം ജസ്റ്റ് ട്രേഡ് മാർക്ക് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതൊന്നും അല്ലാണ്ട് ഥാർ റോക്സ് എന്ന് പറയുന്നൊരു പേര് അവർ ഇട്ടിട്ടുണ്ട്. ഥാറിൻ്റെ റോക്സോർ എന്ന് പറയുന്നൊരു മോഡൽ അമേരിക്കയിലും അങ്ങനെ വേറെ കുറച്ച് മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇത് പിന്നെ ഉള്ള സ്ഥലത്ത് ചില സ്ഥലത്തൊന്നും ഇത് റോഡ് ലീഗലല്ല. കാരണം ഇതൊരു ഓൾ ടെറൈൻ വെഹിക്കിളായിട്ടാണ് അവർ അവിടെയൊക്കെ വിൽക്കുന്നത്. അങ്ങനെ വിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സേഫ്റ്റി റെഗുലേഷൻസ് അപ്പോൾ അതിന് ബാധകമായിരിക്കില്ല. അല്ലെങ്കിൽ ഈ വണ്ടിയിൽ അവർക്ക് എയർ ബാഗും അതുപോലെ ക്രാഷ് പ്രൊട്ടക്ഷനും സാധനങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. എന്തായാലും അത് ഇന്ത്യയിലേക്ക് വരുന്ന എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം ഇന്ത്യൻസിന് ആ ഒരു ഫോർമുല അത്രയും അങ്ങോട്ട് തയ്ച്ചുകൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് അതൊരു ഭയങ്കര ബെയർ ബേസിക് വണ്ടിയാണ്. പിന്നെ സിമിലർ ആയിട്ടുള്ളൊരു പേര് ട്രേഡ് മാർക്ക് വന്നുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ വേറൊരു ട്രേഡ് മാർക്ക് ഗ്ലാഡിയസ് എന്ന് പറയുന്നതാണ്. എഗെയിൻ ജസ്റ്റ് ഒരു പേര് മാത്രമാണ്, ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്, അതാണ് സെഞ്ചൂറിയാണ്. ഇതാണ് അടുത്ത ട്രേഡ് മാർക്ക്. വീണ്ടും മറ്റേ ഗ്ലാഡിയസും അതുപോലെ വേറെ പല പേരുകളും പോലെ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഒരു പേര് അവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഈ പറയുന്ന പേരുകളെല്ലാം ഒരുമിച്ചാണ് ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് അർമാദ എന്ന് പറയുന്ന പേരും അവർ ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഫൈവ് ഡോർ ഥാറിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് കുറേ കേട്ടിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയെ പറ്റിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ ട്രേഡ് മാർക്കിനെ പറ്റി മാത്രം പറഞ്ഞ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ അടിച്ചുവിട്ടുകൊണ്ടിരുന്നത് ശരിയാവില്ലല്ലോ. ഈ ഥാർ ഫൈവ് ഡോറിനെ പറ്റിയുള്ള കുറേ ലീക്സ് ഇപ്പോൾ പിന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും 2023 മിഡോടുകൂടി ഇറങ്ങേണ്ട വണ്ടിയായിരുന്നു. പക്ഷേ നമ്മുടെ ജിംനിയൊക്കെ വന്നുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും മഹീന്ദ്രൻ്റെ ലോഞ്ച് ഒരു വർഷം ഡിലേ ആക്കി. ചിലപ്പം പ്രൊഡക്ഷൻ ഇഷ്യൂസ് കൊണ്ടും ആയിരിക്കും, അവർക്ക് ഇഷ്ടംപോലെ വണ്ടികൾ കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. ഫൈവ് ഡോർ ഥാറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്പൈ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പിക്കാണിത്. ഇതുവരെ നമ്മൾ ഈ വണ്ടി ഥാറിൻ്റെ സെയിം ഇൻറ്റീരിയർ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഈ പുതിയ വണ്ടിയിൽ പുതിയ ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഏകദേശം 10.25 ഇഞ്ച് വരെ ആയിരിക്കും ഇതിൻ്റെ സൈസ് വരുന്നത് എന്നാണ് പറയുന്നത്. അതായത് മഹീന്ദ്രയുടെ ലേറ്റസ്റ്റ് വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന അത് ഇൻഫോടൈം സിസ്റ്റം ഇതിലും വരാനുള്ള സാധ്യതയുണ്ട്. അതെന്തായാലും നല്ലൊരു നീക്കമായി. കാരണം ഇതുവരെ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ജിമ്മിയിലാണെങ്കിൽ വരെ മാക്സിമം 9 ഇഞ്ച് വരെ സൈസുള്ള ഇൻഫോടൈം സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. സോ 10.25 ഇഞ്ച് അഗൈൻ ഇതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഫീച്ചർ ആവും. ബാക്കി AC വെൻസിൻ്റെ ഡിസൈനൊക്കെ സെയിം ആണ്. അതൊക്കെ നമുക്ക് നോർമലി ഇപ്പോൾ ഉള്ള ഥാർ പോലൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് വ്യത്യാസം വരുന്ന ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലാണ്. ഇതുവരെ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന മോഡലിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഥാറിൻ്റെ തന്നെ സ്റ്റിയറിംഗ് വീൽ വെച്ചാണ് ടെസ്റ്റിംഗ് കണ്ടിട്ടുള്ളത്. പക്ഷേ എന്നാൽ ഈ പുതിയ മോഡലിനകത്ത് സ്കോർപിയോ എന്നിലും അതുപോലെ XUV 700 വരുന്ന മഹീന്ദ്രയുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേറൊരു കാര്യം കൂടി നമുക്ക് വിചാരിക്കാൻ പറ്റുന്നത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആവാനുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ്. കാരണം ഈ സ്റ്റിയറിംഗ് വെച്ച് വരുന്ന മിക്ക വണ്ടികളും അവരുടെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിലാണ് റൺ ചെയ്യുന്നത്, ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് അല്ല. പിന്നെ സ്കോർപിയോൻ്റെ ബേസ് മോഡലുണ്ട് ഈ സെയിം സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ ഉള്ളത് തന്നെ ഹൈഡ്രോളിക്കിൽ റൺ ചെയ്യുന്നത്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു മിക്കവാറും അവരിത് ഇലക്ട്രോണിക് ആക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ്. പിന്നെ AC-യുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ നോബ്സ് ഒക്കെ സെയിം ആണ്. ബൈ ദ വേ ഇതിൻ്റെ ഓട്ടോ AC ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് നോർമൽ മാനുവൽ AC തന്നെയാണ് വരുന്നത്. അതിൻ്റെ കൺട്രോൾ അവർ കുറച്ച് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ഓട്ടോ AC പോലെ തോന്നുന്ന രീതിയിൽ. പക്ഷേ അഗൈൻ നോർമൽ AC തന്നെയാണ്.
അതൊന്നും അല്ലാണ്ട് നമുക്ക് നോർമൽ ഗിയർ ബോക്സ് കാണാം, അതുപോലെ 4 വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്യാനുള്ള ഗിയർ കാണാം, പിന്നെ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾ ബട്ടൺസും കാണാം. അത് പണ്ട് താറിൽ അങ്ങനെ അല്ലായിരുന്നു. ഈ അടുത്ത താറിലും അവർ അങ്ങനെ ആക്കി. ഈ പുതിയ മോഡലും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ഇതൊന്നും അല്ലാണ്ട് വേറൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവം സൺറൂഫാണ്. നമുക്ക് താറിൻ്റെ 5 ഡോർ മോഡലിൽ സൺറൂഫ് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് 3 ഡോറിൽ വരുന്ന പോലത്തെ ആ ഒരു ഫൈബർ ടോപ്പ് അല്ല, എന്നാലും നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റൽ റൂഫ് തന്നെയായിരിക്കും വരുന്നത്. എന്നാൽ മാത്രമേ സൺറൂഫ് കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ മറ്റേ ചെറുതായിട്ട് ഇങ്ങനെ പോപ്പ് ചെയ്ത് തുറക്കുന്ന രീതിയിലുള്ള സൺറൂഫൊക്കെ വരും. പക്ഷെ എന്തായാലും ഇത് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒരു പ്രോപ്പർ ഇലക്ട്രിക് സൺറൂഫ് പോലെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ മെറ്റൽ റൂഫ് വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. ഇതും നമ്മൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവം. കാരണം ജിമ്നിയിൽ സൺറൂഫ് ഒന്നും ഇല്ല. വേറൊരു കാര്യം പറയാൻ പറ്റുന്ന ബാക്ക് സീറ്റിൽ വരാൻ പോകുന്ന കംഫർട്ടാണ്. ഇത് 5 ഡോർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബാക്കിൽ ഡോർ ഉണ്ട്. തീർച്ചയായും അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. താറിൻ്റെ 3 ഡോറിൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ടിലത്തെ സീറ്റ് മടക്കിയൊക്കെ കയറണം. പക്ഷേ എന്നാൽ വേറൊരു കാര്യം നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ബാക്കിലെ AC വെൻ്റ് ആണ്. അതൊരു വലിയ സംഭവമായി. കാരണം ബാക്കിലെ AC വെൻ്റ് ഇങ്ങനത്തെ വണ്ടികൾക്കൊന്നും പൊതുവേ ആരും കൊടുക്കാറില്ല. ജിമ്നിയിലും അത് 5 ഡോർ ആണെങ്കിലും റിയർ AC വെൻസ് ഒന്നും അവൈലബിൾ അല്ല. ഫ്രണ്ടിലത്തെ AC വെൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. പക്ഷേ ഈ വണ്ടിയിൽ അതും മഹീന്ദ്ര അഡ്രസ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ AC വെൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതൊന്നും അല്ലാണ്ട് സ്പേസ് ഒക്കെ മിനിമൽ ആയിരിക്കും. ഭയങ്കര വലിയ സ്പേസ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. പ്രത്യേകിച്ച് ഇത് കുറച്ച് 5 ഡോർ ആണ്, അതുപോലെ ലോങ് വീൽ ബേസ് ആണെന്നൊക്കെ വെച്ചാൽ പോലും ഇതൊരു ലാഡർ ഫ്രീ വാഹനമാണ്. അതുകൊണ്ട് പിന്നെ സ്കോർപ്പിയോയിൽ കിട്ടുന്ന അത്രയും സ്പേസ് ഒന്നും ഇതിൻ്റെ അകത്ത് അവർക്ക് ഒക്കുപൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇരുന്ന് പോകാൻ പറ്റും. പക്ഷെ എന്നാൽ കുഴപ്പമില്ലാത്തൊരു ലെഗ് സ്പേസും കിട്ടുന്ന രീതിയിലായിരിക്കും വരുന്നത്. എന്തായാലും ജിമ്നിയേക്കാൾ കൂടുതൽ സ്പേസ് ഉണ്ടാകും. കാരണം ജിമ്നി 5 ഡോർ ആയിട്ട് പോലും അവർ അണ്ടർ 4 മീറ്റേഴ്സിലാണ് വണ്ടിയുടെ ലെങ്ത് വെച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും 4.3 4.4 മീറ്റേഴ്സിനടുത്ത് വരെയൊക്കെ ലെങ്ത് പോകും. വീൽ ബേസും കൂടും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പേസും കൂടുതലായിട്ട് കിട്ടും. എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. നമുക്കിപ്പോൾ താറിൽ കിട്ടുന്ന 2.2 ലിറ്റർ എംഹോക്ക് ഡീസലും അതുപോലെ 2 ലിറ്റർ എംസ്റ്റാലിൻ ടർബോ പെട്രോൾ എഞ്ചിനും ആയിരിക്കും വരുന്നത്. പവറിൻ്റെ കാര്യം കൺഫേം ആയിട്ടില്ല. താറിൻ്റെ ഡീസലിൽ 130 bhp 300 Nm ടോർക്കാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു അവർ ചിലപ്പം പവർ ഒന്ന് കൂട്ടുമായിരിക്കുന്നത്. കാരണം നമുക്ക് XUV 700ലും അതുപോലെ സ്കോർപ്പിയോ എന്നിലൊക്കെ ഡീറ്റ്യൂൺഡ് വേർഷൻസ് ഉണ്ട്. സ്കോർപ്പിയോൻ്റെ ഡീറ്റ്യൂൺഡ് വേർഷൻ 130 bhp ഉള്ളൂ. പക്ഷേ XUV 700ൽ 155 bhp ഉണ്ട്. ചിലപ്പോൾ ആ 155 bhp ഉള്ള മോഡൽ ഇതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റേതിനെ കുറച്ചുകൊണ്ട് വലിയ വണ്ടിയാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പവർ അഡ്വാൻറ്റേജസ് ഇതിന് വേണമല്ലോ. പിന്നെ പെട്രോളിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ താർ പെട്രോളിന് 150 bhp ആണുള്ളത്. 320 Nm ടോർക്കും ഉണ്ട്. അതിൽ വ്യത്യാസം വരുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നോർമലി നമ്മുടെ 3 ഡോർ താറിൽ തന്നെ വളരെ പവർഫുൾ ആണ്. 5 ഡോറിലേക്ക് വരികയാണെങ്കിലും പവറിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പിന്നെ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ, അതായത് 2 എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കൂടെ മാനുവലും ഉണ്ടാവും, അതുപോലെ തന്നെ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഉണ്ടാവും. അക്കാര്യത്തിലൊന്നും മഹീന്ദ്ര തീർച്ചയായും കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നില്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കാര്യമാണ് ലോഞ്ച്. ഈ വണ്ടിയുടെ ലോഞ്ച് 2024 മിഡിലായിരിക്കും നടക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2023 നടക്കേണ്ട ലോഞ്ച് അവർ പോസ്റ്റ്പോൺ ചെയ്ത് 1 വർഷം ഡിലേ ആക്കിയതാണ് പ്രൊഡക്ഷൻ ഇഷ്യൂസൊക്കെ കാരണം. എന്തായാലും 2024 ഈ വണ്ടി വരും. നമ്മുടെ ജിമ്നി 5 ഡോറിനൊരു വലിയ കോമ്പറ്റീഷൻ ആവും. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്ക്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.